കൊടും ചൂട് കാലത്ത് ഓരോ വീട്ടിലെയും വൈദ്യുതി ഉപയോഗത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു എന്നുള്ളത് അത് വീടുകളിൽ മാത്രമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഓഫീസുകളിൽ ആകട്ടെ, ആശുപത്രികളിൽ ആകട്ടെ, മറ്റ് പൊതു ഇടങ്ങളിൽ ഒക്കെ ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന സംശയം എന്നത് ഈ നിലയിൽ വൈദ്യുതി ഉപയോഗം ഉണ്ടായാൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് തന്നെയാണ്. അതാണ് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതായി വരുന്നത്. അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ചാർജ് ഉയരും എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം ഇപ്പോൾ വൈദ്യുതി ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട്. അത് ഒരു പക്ഷേ ഫാനുകൾ ഉപയോഗിച്ചിരുന്ന പല വീടുകളും ഇപ്പോൾ എ സികളിലേക്ക് മാറുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്തേക്ക് എ സി ഉപയോഗിക്കുകയും പിന്നീട് ഓഫാക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ ഏതാണ്ട് പൂർണ്ണമായും എ സി ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വൈദ്യുതിയുടെ ഉപയോഗം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇത്തവണ ഉയർന്ന വൈദ്യുതി ബിൽ വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി പ്രതിസന്ധി എങ്ങനെ എന്നത് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസം 10 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് ആവശ്യത്തിനായി വേണ്ടത് എന്നത് തന്നെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വൈദ്യുതി എന്നത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ അന്തരമുണ്ട് എന്നതാണ്. അതായത് 10 കോടി യൂണിറ്റ് ആവശ്യമായി വരുമ്പോൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് 7 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. അപ്പോൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് അടക്കം നമുക്ക് പർച്ചേസ് ചെയ്യുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. 7 കോടി യൂണിറ്റ് ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതായി വരുന്നു എന്നതാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിച്ച് പോകേണ്ടത്. 80% ഏതാണ്ട് 70 മുതൽ 80% പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടതായി വരുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ബാധ്യതയായി മാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിലൊക്കെ വലിയ തർക്കമുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരാർ അത് ചെറിയ എമൗണ്ടിൽ ആയിരുന്നു വൈദ്യുതി വാങ്ങാനെങ്കിൽ അത് പിന്നീട് പിൻവലിക്കുകയും ഇപ്പോൾ ഉയർന്ന തുകയ്ക്കാണ് ഇത് വാങ്ങുന്നത് എന്ന ആരോപണമൊക്കെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പീക്ക് ലോഡ് സമയത്ത് 300 മെഗാവാട്ടിൻ്റെ കുറവ് ആണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഈ വൈകിട്ട് 5 മണി 6 മണിക്ക് ശേഷം വീടുകളിൽ എല്ലാം തന്നെ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ലൈറ്റുകൾ ഉപയോഗിക്കും, ടെലിവിഷൻ സെറ്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടാകാം. ഈവൻ ചാർജ് ചെയ്യേണ്ട ഉപകരണങ്ങൾ പോലും നമുക്കറിയാം. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ചാർജ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഉപകരണങ്ങൾ പോലും ഒക്കെ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സമയം എന്നത് ഈ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പീക്ക് ലോഡ് സമയത്ത് ഇത്തരത്തിൽ അധികമായി വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി അടക്കം മറികടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായി നേരിടുന്നു. ഇപ്പോൾ തന്നെ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നതൊന്നുമില്ല എന്ന് പറയുമ്പോഴും നിയന്ത്രണം വൈദ്യുതി ഉപഭോഗത്തിൽ വന്നിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഒരു ദിവസം തന്നെ പലതവണ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 15-20 മിനിറ്റ് ഒരൊറ്റ തവണ തന്നെ വൈദ്യുതി ഇല്ലാതെയാകുന്ന സാഹചര്യമൊക്കെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ പ്രതിസന്ധിയുടെ വിശദാംശങ്ങൾ ആണ് സാരംഗ് നൽകാൻ പോകുന്നത്. നിലവിൽ തന്നെ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി മഴ ലഭ്യത കുറഞ്ഞാൽ ഡാമുകളുടെ ജലനിരപ്പ് അടക്കം കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ 80% പുറത്തു നിന്ന് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലും വർദ്ധിപ്പിക്കേണ്ടതായി വരുന്നുവെങ്കിൽ ആ പ്രതിസന്ധി അതിരൂക്ഷമാകും. സാരംഗ്, എങ്ങനെയാണ് നമുക്ക് ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത്? ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്? എങ്ങനെയുള്ള ഒരു പരിഹാരമാണ് തേടുന്നത്? അഭിലാഷ്, KSEBയുടെ സർവ്വകാല റെക്കോർഡ് ഇതിന് മുൻപ് ഒരു ദിവസത്തെ സർവ്വകാല റെക്കോർഡ് എന്ന് പറയുന്നത് 2024 അന്ന് 11 കോടിയായിരുന്നു ഒരു ദിവസം. 11 കോടി യൂണിറ്റ് ആയിരുന്നു ഒരു ദിവസം കേരളത്തിൽ മുഴുവനായി ഉപയോഗിച്ച യൂണിറ്റ്. പക്ഷേ അത് 2026 മറികടക്കുകയായിരുന്നു. 11.7 കോടി യൂണിറ്റ് ഇത്തവണ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചൊരു റെക്കോർഡ് ഇപ്പോൾ പുതുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി ഇത്തവണ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 കോടിയാണ് ഏകദേശം ഒരു കണക്ക് പറയുമ്പോൾ ഒരു ദിവസം കേരളത്തിൽ ആവശ്യമായി വരുന്ന 10 കോടി യൂണിറ്റ് ആണ്. അതിൽ 3 കോടി വരെ മാക്സിമം, അതായത് 2.25 കോടി വരെയാണ് ഇപ്പോൾ പരമാവധി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. ബാക്കി മുഴുവൻ വൈദ്യുതിയും പുറമേയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമായിട്ടുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പൂളിൽ നിന്നടക്കമുള്ള വൈദ്യുതി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് അതിനപ്പുറത്തേക്ക് ഒരു ഡിമാൻഡ് വരുമ്പോൾ, വൈദ്യുതിക്കുള്ള ഒരു ഡിമാൻഡ് വരുമ്പോൾ അത് എങ്ങനെ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം KSEBയുടെ മുൻപിൽ നേരത്തെ തന്നെ വന്നതാണ്. അതിൽ ഏറ്റവും
വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ, അതായത് പകൽ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഉപഭോഗമില്ല. ആ സമയത്ത് നോർമലായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പീക്ക് സമയങ്ങളിൽ 6 മുതൽ 9 വരെയുള്ള പകലും വൈകുന്നേരം വരെയുള്ള ഈ പീക്ക് സമയങ്ങളിലാണ് വലിയ പ്രതിസന്ധി ഉള്ളത്. കാരണം ഈ സമയങ്ങളിൽ അടക്കമുള്ളത് KSEBിക്ക് താങ്ങാൻ കഴിയുന്ന ഒരു പരമാവധി ശേഷി എന്ന് പറയുന്നത് 6300 മെഗാവാട്ടാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കടക്കം നോക്കുകയാണെങ്കിൽ 6198 മെഗാവാട്ട് അടക്കം പീക്ക് സമയങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് ഈ ഒരു പരമാവധി ശേഷിക്ക് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ശേഷി കടന്നുകൊണ്ട് ഉപഭോഗം വരികയാണെന്നുണ്ടെങ്കിൽ KSEBിയുടെ ഈ ഒരു സിസ്റ്റങ്ങൾക്ക് വലിയ രീതിയിലുള്ള കേടുപാട് വരും. ആ കേടുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യ സർവീസുകളായിട്ടുള്ള റെയിൽവേ ആശുപത്രി അടക്കമുള്ള പല സേവനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. വൈദ്യുതി അവിടെ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് അത് പരിഹരിക്കുന്നത് വലിയ രീതിയിലുള്ള സമയമെടുക്കുകയും അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഓവർലോഡ് വരാതിരിക്കാനുള്ള സമയങ്ങളിൽ, അതായത് ഓവർലോഡ് വരാതെ ചില സമയങ്ങളിൽ 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ പവർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ KSEBിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അല്ലാതെ ലോഡ് ഷെഡിംഗ് എന്നൊരു ഔദ്യോഗിക പേര് നൽകിക്കൊണ്ട് കൃത്യമായ സമയങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്നില്ല എന്നാണ് KSEB പറയുന്നത്. പക്ഷേ അനൗദ്യോഗികമായി ഇത്തരത്തിലുള്ള ലോഡ് ഓവർലോഡ് വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടി KSEB വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വൈദ്യുതി റെഗുലേറ്ററി ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരു അനുമതി 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ഒരു അനുമതി നേടിയിട്ടുണ്ട്. 300 മെഗാവാട്ടാണ് ചോദിച്ചതെങ്കിലും 250 മെഗാവാട്ടിനുള്ള അനുമതി മാത്രമാണ് ലഭിച്ചത്. 10 രൂപ ഒരു യൂണിറ്റിന് 10 രൂപ നിരക്കിൽ അടക്കം വാങ്ങാൻ, മാക്സിമം 10 രൂപ വരെ മാത്രം വാങ്ങാനുള്ള ഒരു അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കരാർ ഇപ്പോൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് KSEBിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ഒരു പ്രതിസന്ധി മറികടക്കുക എന്നത് അത്യാവശ്യമാണെങ്കിലും അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഉപഭോക്താക്കളിലേക്ക് അടക്കം എത്താനുള്ളൊരു സാഹചര്യമുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു ഓവർലോഡ് പരമാവധി ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ ഈ ഒരു അധിക വൈദ്യുതി വാങ്ങിക്കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നൊരു നീക്കമാണ് KSEBിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ ഒരു അധിക വൈദ്യുതി മെയ് 5-നുള്ളിൽ വാങ്ങാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ വാങ്ങി ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ KSEB നടത്തുന്നത്. അഭിലാഷ്. യെസ്, അതായത് സാരംഗ്, ഈ മെയ് 5-നുള്ളിൽ വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയ് 4-ാം തീയതിയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരേണ്ടത്. ഒരു പക്ഷേ സർക്കാർ മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഈ സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് പൂർണ്ണമാകുന്ന സാഹചര്യം. അടുത്ത സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വരെ ഒരു കാവൽ മന്ത്രിസഭ എന്ന നിലയിലൊക്കെ, കാവൽ സർക്കാർ എന്ന നിലയിലൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു പക്ഷേ ഈ മഴ ലഭ്യത കുറയുന്നുവെങ്കിൽ തീർച്ചയായും ഇനി ചുമതലയെടുക്കാൻ പോകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത് ഈ ചൂടും അതോടൊപ്പം തന്നെ വൈദ്യുതിയും എന്ന് വേണമല്ലോ നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ പ്രതീക്ഷിക്കാൻ. സാരംഗ്. തീർച്ചയായും, കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത്തവണ വേനൽ മഴ കഴിഞ്ഞ് പിന്നീട് മൺസൂൺ മഴയിലും ഒരു കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ജൂണോടുകൂടി എൽനിനോ പ്രതിഭാസം കൂടുതൽ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൺസൂൺ മഴയിൽ ഒരു കുറവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാമുകളിൽ ഉടനടി വെള്ളം നിറയുക എന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. അത് വൈദ്യുതി ഉൽപ്പാദനത്തെയും ബാധിക്കും. മാത്രമല്ല ഈ ഒരു പ്രതിസന്ധി അത് വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അത് വരുന്ന ഗവൺമെന്റിന് എന്തായാലും അത് തലവേദനയായി മാറും. മാത്രമല്ല നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 2014 ഈ 4 രൂപ നിരക്കിൽ വൈദ്യുതി ദീർഘകാലത്തേക്ക് വാങ്ങാനുള്ളൊരു നീക്കമുണ്ടായിരുന്നു. അതടക്കം മാറ്റിവെച്ച് ഇപ്പോൾ പുറമേ നിന്നും വൈദ്യുതി എത്തുമ്പോൾ അത് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധി KSEBിക്കും ഒപ്പം തന്നെ സർക്കാരിനും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും? കാരണം ഇതൊരു 2 മാസത്തെ പ്രതിസന്ധി മാത്രമല്ല. കാരണം ഇനിയും വേനൽക്കാലം വരുന്നുണ്ട്. മഴക്കാലത്ത് മഴ കുറയുകയാണെങ്കിൽ ഇതെങ്ങനെ മറികടക്കും? ഒരു 70-80% വൈദ്യുതി പുറമേ നിന്നും വാങ്ങുന്ന ഒരു സംസ്ഥാനത്തിന് വരുന്ന വർഷങ്ങളിൽ ഏത് രീതിയിൽ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഭിലാഷ്. യെസ്, കാലങ്ങളായി നമ്മുടെ വൈദ്യുതി ഉൽപാദന മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണിത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരാറുണ്ട്. ഒരു പക്ഷേ ലോകത്ത് തന്നെ വൈദ്യുതി ഉൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയുള്ള ഇടം ആണ് കേരളം. 44 നദികൾ എന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ ജലസമൃദ്ധമാകുന്ന ഇടം ഇല്ല. അതുകൊണ്ട് തന്നെ ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവിടെയൊന്നും കൃത്യമായി ഉൽപാദനം നടക്കാറില്ല.
പല പ്രൊജക്റ്റുകളും പൂർത്തീകരിക്കാറില്ല എന്നിങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിമർശനങ്ങൾ പണ്ട് തൊട്ടേ ഈ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാറ്റിൻ്റെ സാധ്യത, സോളാർ സാധ്യതകൾ, ഇതൊന്നും പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ഈ എനർജി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പലപ്പോഴായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുമുണ്ട്. അവിടെയാണ് ആഭ്യന്തരമായ ഉൽപ്പാദനശേഷി കുറയുമ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൈദ്യുതി വാങ്ങുമ്പോൾ അതിന് ഉയർന്ന തുക നൽകേണ്ടി വരുന്നു. അതിൻ്റെ ബാധ്യത സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.